കിഫ്ബി എന്ന് പറയുന്ന സർക്കാരിന്റെ സ്ഥാപനം വിദേശത്ത് നിന്ന് പണം കടമെടുത്തത് സംബന്ധിച്ചാണ് ഈ കേസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്ന് 9.10% പലിശയ്ക്കാണ് കേരള സർക്കാർ ഈ പണം കടമെടുത്തത്. ഇവിടെ കേരളത്തിൽ തന്നെ അല്ലെ ഇന്ത്യയിൽ തന്നെ 7-7.5% കടം കിട്ടുമായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ 9.10% പലിശയ്ക്ക് ഈ വായ്പ എടുത്തത്. അന്ന് പ്രതിപക്ഷം പറഞ്ഞതാ, ചെയ്യരുത്, ഇത് നമുക്ക് വലിയ പാരയാവും, ഇത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ, ഇത് വല്ലാത്തൊരു പലിശയാണ്, നമ്മളെ മുടിച്ചു തേച്ചു കഴുകുമെന്ന് അന്ന് പ്രതിപക്ഷം പറഞ്ഞതാ. അന്ന് കേട്ടില്ല. അന്ന് ഗവൺമെന്റിന്റെ ന്യായീകരണം എന്തായിരുന്നു? ഇങ്ങനെ ഈ ശതമാനമൊക്കെ, പലിശ ശതമാനമൊക്കെ മാറിയും മറിഞ്ഞും ഇരിക്കും, നമുക്കിത് എടുക്കാം എന്നാ വാദിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്ഥാപനം, അത് പഴയ SNC ലാവലിനുമായിട്ട് ബന്ധമുള്ളതാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതാ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 7ാം പ്രതിയായ ലാവ്ലിൻ കേസ്, ആ ലാവ്ലിൻ കമ്പനി, ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കമ്പനിക്ക് ലാവ്ലിനിൽ കൂടുതൽ ഷെയർ ഉണ്ടത്രേ. ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് ഈ കമ്പനിക്കാണത്രേ. അതുകൊണ്ട് ഇത് അപകടമാകുമേ എന്ന് പ്രതിപക്ഷം പറഞ്ഞു. കേട്ടില്ല. ലോൺ എടുത്തു, വായ്പ എടുത്തു.